بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആമുഖമായി സ്വയം ബോധ്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ അത് അവസാനിച്ചു കഴിഞ്ഞു. പരിശുദ്ധ റമളാനിൽ നിന്നും നമ്മൾ വിട വാങ്ങിയിട്ടുണ്ട്. പരിശുദ്ധ റമളാൻ അടുത്ത വർഷവും കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ നമ്മൾ നിർവഹിച്ചിരിക്കുന്ന കർമ്മങ്ങളെ, അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഈദിൻ്റെ സുദിനത്തിൽ ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഈദ് ആശംസകൾ നേരുന്നു. തഖബ്ബൽ അല്ലാഹു മിന്ന വ മിൻകും. ഈ റമളാൻ നമ്മോട് പറഞ്ഞത് മാറ്റങ്ങൾ സാധ്യമാണെന്നാണ്. ജീവിതത്തെ അലക്ഷ്യമായി കൊണ്ടു നടന്നിരുന്ന നമുക്ക് അടുക്കും ചിട്ടകളും വരുത്താനും ഇബാദത്തുകളിൽ കണിശത കാണിക്കാനും ദീർഘമായി രാത്രി നമസ്കാരം നിർവഹിക്കുവാനും ഒക്കെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അത് നമ്മോട് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റം സാധ്യമാകുമെന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നൊരു വാചകം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ
യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ മാറ്റം ആഗ്രഹിക്കാതെ, നമ്മളൊരു മാറ്റത്തിന് തയ്യാറാവാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ റമളാനിലൂടെ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഈ ഈമാനികമായ ആവേശം നിലനിർത്തുവാനും കർമ്മങ്ങളെ മുഴുവനും കൃത്യമായി തുടർച്ചയായി കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിചാരിച്ചാൽ അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ സാധ്യമാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു എന്ന് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വന്നപ്പോൾ പ്രവാചകനോട് അങ്ങേയറ്റത്തെ വിരോധമുള്ള മനുഷ്യനായിരുന്നു. പാരമ്പര്യ മതം വിട്ടുപോകുന്നത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് വലിയ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകനോടും ഇസ്ലാം മതം സ്വീകരിച്ചവരോടും ഒക്കെ വലിയ വെറുപ്പുള്ള മനുഷ്യൻ. അദ്ദേഹം പ്രവാചകനെ കൊല്ലുന്നവർക്ക് വലിയ ഇനാം പ്രഖ്യാപിച്ചപ്പോൾ നല്ല അദ്ദേഹത്തിന്റെ അടുക്കലുള്ള ഏറ്റവും മുന്തിയ വാളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തലയെടുക്കാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ പര്യവസാനം എന്തായിരുന്നു നമുക്കറിയാം. അദ്ദേഹം പ്രവാചകൻ അന്വേഷിച്ചു പോകുമ്പോൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരി ഫാത്തിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ആദ്യം ഫാത്തിമയുടെ അടുക്കിലേക്ക് പോകുകയും അവിടെ പരിശുദ്ധ ഖുർആന്റെ വാചകങ്ങൾ കേൾക്കുകയും ആ വാചകങ്ങളിൽ ആകൃഷ്ടനായി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. പിന്നീടുള്ളത് വേറൊരു ചരിത്രമാണ്. പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള ഒരു നിമിഷവും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ജീവിതം കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് ആകമാനമുള്ള ഭരണാധികാരികൾക്കും യോഗ്യനായ ഒരു മനുഷ്യനായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാറുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്. അതേപോലെ തന്നെ ഫുവൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും മോശക്കാരനായ മനുഷ്യനാണ്. തെമ്മാടിത്തരവുമായി നടക്കുന്ന, വ്യഭിചാരം, ഒരു പെണ്ണുമായി വ്യഭിചരിക്കാതെ കിടന്നുറങ്ങാൻ പ്രയാസമുള്ള മനുഷ്യനാണ്. കളവുമൊക്കെ അദ്ദേഹത്തിന് തൊഴിലായിരുന്നു. ആ മനുഷ്യൻ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ആ കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ നിന്നും പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കണം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ ലമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അവർക്ക് അല്ലാഹുവിന്റെ സ്മരണയിലേക്കും അവൻ അവതരിപ്പിച്ചതിലേക്കും യഥാർത്ഥത്തിലേക്ക് കടന്നു വരാൻ, ഹൃദയങ്ങളെ കീഴൊതുക്കുവാൻ സമയമായില്ലേ എന്നുള്ള ഒരു ആശയമാണ് അവിടെ ആ ആയത്തിലുള്ളത്. മുൻഗാമികളുടെ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആ വേദഗ്രന്ഥങ്ങളെ ശ്രദ്ധിക്കാതെ അതിൽ നിന്നും അകന്നു പോകുകയാണോ എന്നുള്ള ചോദ്യമാണ് ആ ആയത്തിൽ ചോദിക്കുന്നത്. ആ ഒരു ഒറ്റ ആയത്ത് ആ മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. ആ ചിന്തയാണ് അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, ഓർമ്മപ്പെടുത്തുന്നത്, ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഈ പരിശുദ്ധ റമളാനിൽ ഒരുപാട് ഒതുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തെ തുടരണമെന്നതാണ് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. അല്ല എങ്കിൽ ഉണ്ടാകുന്നത് മോശമായ രീതിയിലേക്ക് നമ്മൾ മടങ്ങുകയാണെങ്കിൽ, ദുനിയാവിന്റെ ഇഷ്ടങ്ങളിലേക്ക് മടങ്ങുകയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വാചകത്തിന് നമുക്ക് കാണുവാൻ സാധ്യമാകും. ദുനിയാവിനെ മാത്രം നമ്മൾ ആഗ്രഹിക്കുകയും ജിഹാദിനെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നതിനെ ആരെങ്കിലും ഉപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നു, സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസിഉ ഹത്താ തർജഉ ഇലാ ദീനിക്കും. അവനെ അള്ളാഹു അവന്റെ മേൽ ഒരു നിന്യത അടിച്ചേൽപ്പിക്കും. അവന്റെ ഇജ്ജത്ത് തകർന്നു പോകും. അവസാന കാലഘട്ടത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരുപാട് മനുഷ്യരുണ്ട് ലോകത്തു നിന്നും എല്ലാ ആളുകളും മുസ്ലിം ഉമ്മത്തിന് നേരെ ചീറിപ്പാഞ്ഞു കൊണ്ടുവരുന്ന രംഗമുണ്ട്. എല്ലാവരും മുസ്ലിങ്ങളെ മോശക്കാരായി കാണുന്നു. എവിടെയും മുസ്ലിങ്ങളെ അടിച്ചമർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കാലം വരാതെ
ലോകം അവസാനിക്കൂല എന്ന് പ്രവാചകൻ പറഞ്ഞതാണ്. സംശയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇജ്ജത്ത് തകർന്നു പോകുന്നത്? ഞങ്ങൾ ആളുകളുടെ എണ്ണത്തിന് കുറവാണോ? ആൾക്ക് കുറവുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ആളുടെ കുറവില്ലാത്ത ആയതുകൊണ്ടല്ല, നിങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ടോ? നിങ്ങൾ എണ്ണം കൂടുതലുണ്ട്. മുസ്ലിം നാമധാരികളുടെ എണ്ണത്തിന് യാതൊരു കുറവുമില്ല. പക്ഷെ നിങ്ങൾ പുഴയിലെ ചണ്ടികളെ പോലെയാണെന്നാണ്. പേര് മാത്രമാണ് മുഹമ്മദ് എന്നുള്ളത്, പേര് മാത്രമാണ് അബൂബക്കർ ഉമർ എന്നുള്ളത്, പേര് മാത്രം എന്നതാണ് പിന്നെ അബ്ദുള്ള എന്നുള്ളത്, പേര് മാത്രമാണ് ഹസൻ ഹുസൈനും ഉള്ളത്. ഇവിടെയുള്ള തിരിച്ചറിയാൻ വേണ്ടി മാത്രം. നേരെ മറിച്ച് ജീവിതത്തിലേക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെ വചനങ്ങളെയും പരിശുദ്ധ ഖുർആന്റെ വാചകങ്ങളെയും പരിഗണിക്കാത്തവരായി, ഇബാദത്തുകൾ നിർവഹിക്കാത്തവരായി, മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസമാണ് നമസ്കാരം എന്നുള്ള ബോധ്യം ഉണ്ടായിട്ടും നമസ്കാരത്തിനെ ഉപേക്ഷിക്കുന്നതിൽ യാതൊരു സങ്കോചവുമില്ലാത്തവർ, യാതൊരു മാനസിക പ്രയാസവുമില്ലാത്തവരായി നമ്മൾ ജീവിക്കുമ്പോൾ അത് അപകടകരമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ റമളാനിലൂടെ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഈമാനികമായ ആവേശത്തെ അതിന് നമ്മൾ കെടാതെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമളാൻ ഒരു സീസൺ മാത്രമല്ല, അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ പാലിക്കേണ്ടുന്ന ചിട്ടകളുടെ ഒരു പരിശീലനമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിച്ച ഒരാൾക്ക് പ്രവാചകൻ പറഞ്ഞു കൊടുത്തത്. ഖുൽ ആമൻതു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. സുമ്മസ്തഖിം, പിന്നീട് ആ വാചകത്തിനെ നീതി പുലർത്തുന്ന രൂപത്തിൽ ജീവിക്കണം. ആരാ? മുസ്ലിമാണ്. കരിക്കുന്നുണ്ടോന്ന് വെച്ചാൽ നിസ്കാരമല്ല. അതേപോലെ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വചനങ്ങളോട് സ്നേഹമുണ്ടെന്ന് വെച്ചാൽ അത് സ്നേഹമല്ല. നാട്ടു നടപ്പും കൂട്ടുകാരുടെ നടപ്പും ഒക്കെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് പ്രവാചകന്റെ പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾക്ക് ചെവി പോലും കൊടുക്കാതെ ജീവിക്കുമ്പോൾ മുസ്ലിം ആവൂല. ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സുമ്മസ്തഖിം, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയ. നിങ്ങൾ അള്ളാഹുവിന്റെ ദാസനാകണം, റമളാനിന്റെ ദാസനല്ല. അള്ളാഹുവിന്റെ ദാസനാകണം. റമളാനിൽ മാത്രം ഇബാദത്തുകൾ നിർവഹിക്കുന്ന, റമളാനിൽ മാത്രം ജീവിതത്തെ സൂക്ഷ്മത കാണിക്കുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ ദാസനാകണം. നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയ സൃഷ്ടാവിന്റെ ദാസനാകണം എന്നുള്ളതാണ്. ആ കാര്യത്തെ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം, തീർച്ചയായും കർമ്മങ്ങൾ അവയുടെ പര്യവസാനം എന്ന് പറയുന്നത് അതിന്റെ അന്ത്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അവസാനമാണ് പരിഗണിക്കുക. നമ്മുടെ ഈമാൻ നിലനിൽക്കണം. ആ ഈമാൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണമെന്ന് അറിയുമോ നിങ്ങൾ? അതിൽ നിന്നും തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ പ്രവാചക വചനങ്ങൾ നമ്മൾ കൃത്യമായി ദീൻ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ഒരു രീതി നമ്മൾക്കുണ്ടാകണം. പലപ്പോഴും റമളാൻ കഴിഞ്ഞാൽ പിന്നെ ദീന് നമ്മളുടെ മുമ്പിലില്ല, അജണ്ടയിലില്ല. പിന്നെ നമ്മളിങ്ങനെ സാധാരണ മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പള്ളി കയറി എന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു തരത്തിലും ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ ജീവിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അറിയുക, നമ്മൾ ദീനിൽ നിന്നും പിഴച്ചു പോകുവാൻ, ദീനിൽ നിന്നും മാറിപ്പോകുവാനും ഒക്കെ സാധ്യതകളുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ നിങ്ങളും ഇപ്പൊ നല്ല മുസ്ലിമാണ് അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നെന്ന് വിചാരിക്കുന്നു വേണ്ട. പിഴക്കാനുള്ള വഴികൾ ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള നിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സംഭവിക്കുമെന്നുള്ളതാണ്. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് മക്കയിൽ നിന്നും മാരകമായ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ അബസീനിയയിലേക്ക് ഹിജ്റ പോയ മനുഷ്യനാണ്. അബസീനിയയിലേക്ക് ഹിജ്റ പോയ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ അവിടെ നിന്നും മുർത്തദായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്തത് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബി സർഹ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരനാണ്. ചെറിയ ആളല്ല.
പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എഴുതി കൊടുത്തിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് തുടങ്ങിയ വാചകം മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാചകങ്ങൾ ഇറങ്ങി. അതിങ്ങനെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അതിങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അള്ളാഹുവാണ് എന്ത് സൃഷ്ടികളിൽ സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമൻ എന്നുള്ളത് വാചകം പറഞ്ഞപ്പോൾ, ഏറ്റവും ഉന്നതൻ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ ആ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് വഹി വന്നത്. അപ്പോൾ ഈ മനുഷ്യന് തോന്നുകയാണ് എനിക്കും വഹി വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിൽ നിന്നും മുർത്തദായി പോകുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരോട് സ്നേഹത്തോടു കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് എപ്പോഴും അവസാനിക്കാവുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ 29-ാം രാവിന്റെ രാത്രിയിൽ എൻ്റെ നാട്ടിലുള്ള പള്ളിയിൽ ഒരു സഹോദരി 10 ദിവസം എത്തിക്കാഫിരിക്കുന്ന സഹോദരി ഖിയാമുൽ ലൈൽ അവസാനം 29-ാമത്തെ രാവിന്റെ ഖിയാമുൽ ലൈൽ ആരംഭിക്കുമ്പോൾ ചെറിയൊരു വേദന വന്നു. ഇഖ്റ ഹോസ്പിറ്റലിലേക്ക് എത്തും മുമ്പ് ആ സഹോദരി മരണപ്പെടുകയാണ്. ആലോചിച്ചു, എത്രയേ ഉള്ളൂ. ആ സഹോദരിയുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഞാനും വിചാരിക്കാണ് കുറെ കാലം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദുനിയാവിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുകയും ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്ന അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? ആ നിർവഹണം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയും പ്രവാചകൻ അനുസരിക്കുന്നതിലൂടെയുമാണ്. ഈ റമളാൻ മാറ്റിയ മാറ്റങ്ങളെ തുടർച്ചയായി കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നാം. അവർക്കെല്ലാം എളുപ്പവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെയുമെല്ലാം കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അവരുടെ സമാധാനവും അവരുടെ സ്വസ്ഥതയും അവിടെ നിന്നുമുള്ള സഹായവുമൊക്കെയാണ് ഞങ്ങൾക്കും ആശ്വാസമാകുന്നത് നാം. അവർക്കെല്ലാം പൂർണ്ണ ആശ്വാസം കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നാം. അവരുടെ എല്ലാം പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാദികൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും നല്ല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.